നെജു ഭാരതം യൂട്യൂബ് NEJU നെജു BHARATHAM ഭാരതം. National salute! Present arms! Independence Day parade is ready for your inspection, sir. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു.
May I commence the parade, sir? Parade! Cluster march! Parade! Shoulder arms! Leading platoons, move to the right in column of threes. Parade! Right turn! Threes by the left. Quick march! ഇന്നത്തെ പരേഡിന്റെ മുൻനിരയിലെ കണ്ടിജൻസ് കോളം ഫോർമേഷനിൽ സ്ലോ മാർച്ചിലായി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതാണ്. march past in column in slow time. Number 1 platoon leading. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്.
ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അച്യുത് അശോക് IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് സുമേഷ് AS. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ C. അശോക് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് V. നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ KKയുടെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജോൺസൺ CV നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു C. നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീരാജ് R. നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജിമോൾ ജോസഫ് നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ G. നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ A. കണ്ണൻ നയിക്കുന്നു.
succession. Advance in column of threes from the right of platoons. അടുത്തതായി പരേഡിൽ പങ്കെടുക്കുന്ന കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ അച്യുത് അശോക് IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് സുമേഷ് AS ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷിബു നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ C അശോക് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയേഷ് V നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ KKയുടെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജോൺസൺ CV നയിക്കുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ബൈജു സി നയിക്കുന്ന KP 4 ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ശ്രീരാജ് ആർ നയിക്കുന്ന KP 5 ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോജിമോൾ ജോസഫ് നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ A കണ്ണൻ നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സിംജിത്ത് സി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു വ്യൂഹമാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാർ VR നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിപിൻ KS നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് JS. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ RC അരുൺ നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റ് ആണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ A നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിതിൻ കുമാർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ അഭിവന്ത് ബൈജു നയിക്കുന്നു. സീനിയർ അണ്ടർ ഓഫീസർ ആരോമൽ A നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അണ്ടർ ഓഫീസർ കുമാരി നന്ദന ലാൽ നയിക്കുന്ന NCC സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാഡറ്റ് ക്യാപ്റ്റൻ അതുൽ അഷ്റഫ് നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ് ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് സർജന്റ് അതുൽ G കുമാർ നയിക്കുന്ന NCC ജൂനിയർ ഡിവിഷൻ എയർ വിംഗിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിജന്റിന്റെ മാസ്റ്റർ അഭിനവ് SR നയിക്കുന്നു. കുമാരി നന്ദന R നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റ് ആണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൗട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിറാം കൃഷ്ണൻ നയിക്കുന്നു. ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി ഐശ്വര്യ നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. മൗണ്ടഡ് പോലീസ് റിസർവ് സബ് ഇൻസ്പെക്ടർ അനൂപ് MA നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 4 ബറ്റാലിയന്റെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ അരുൺ പ്രസാദ് നയിക്കുന്നു.
അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 2-5 ബറ്റാലിയനുകളുടെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശശികുമാർ നയിക്കുന്നു. Parade will advance in line. Left turn. Parade. Operator. March. Parade. On the center. Dress. അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. Parade will advance in review order. By the center. Quick march. Parade. Order. Up. Parade. General salute. President. Up. Parade. Order. Up. Parade. Standard is. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 78 വർഷമാവുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 8ാം പതിറ്റാണ്ടിലേക്ക് നാം മെല്ലെ നീങ്ങുകയാണ്. ഇത് തീരെ ചെറിയൊരു കാലയളവല്ല. ഒരു രാഷ്ട്രത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും രാഷ്ട്രീയ ഇച്ഛാശക്തിക്കനുസരിച്ച് മാറ്റിയെടുക്കാൻ മതിയായ കാലയളവാണത്. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളാകെ അഭിമാനം കൊള്ളാറുമുണ്ട്. ആ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മറ്റ് തലങ്ങളെക്കുറിച്ച് നാം വിസ്മരിച്ചുകൂടാ. അവയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പ്രേരകമാവണം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ്. സമഗ്രവും പൂർണ്ണവും പുരോഗമനോന്മുഖവുമായി രാഷ്ട്രത്തെ മാറ്റുക എന്ന സ്വപ്നം സഫലമായോ? അങ്ങനെ കൂടി ചിന്തിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ വരും പതിറ്റാണ്ടുകളെ എങ്ങനെ സമീപിക്കാമെന്ന ആലോചനകൾക്ക് തെളിച്ചം കിട്ടുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ചവരുണ്ട്. ഒരുപാട് വേദനകൾ സഹിച്ച് ത്യാഗപൂർവം ജീവച്ഛവങ്ങളായി ജീവിച്ചു മരിച്ചവരുണ്ട്. ഇവരുടെയൊക്കെ സ്വപ്നങ്ങളിൽ ഒരു ഇന്ത്യയുണ്ടായിരുന്നു. അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ദാരിദ്ര്യമില്ലാത്ത, പട്ടിണി മരണമില്ലാത്ത, ബാലവേലയില്ലാത്ത, നിരക്ഷരരില്ലാത്ത, ജാതി വിവേചനമില്ലാത്ത, മതവിദ്വേഷമില്ലാത്ത, ജീവിതായോധനത്തിനുള്ള ഉപാധികൾ നിഷേധിക്കപ്പെടാത്ത, തൊഴിലില്ലായ്മയില്ലാത്ത ഒരു ഇന്ത്യ, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ അതൊക്കെ യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിന് പുനരർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ നമുക്ക് കരണീയമായിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു മാതൃകയുണ്ട്. അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി തന്നെയാണ്. സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ വർണ്ണപ്പൊലിമകളെല്ലാം നഗരങ്ങളിൽ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കെ അതിലൊന്നും പങ്കെടുക്കാതെ നഗരത്തിൻ്റെ മറുപുറത്തെ ഇരുളടഞ്ഞ ഗലികളിലേക്ക്, ചേരികളിലേക്ക് അവരിൽ ഒരാളായി കഴിയാൻ വേണ്ടി നടന്നകന്ന മഹാത്മാഗാന്ധി ഉപരിതലത്തിലെ ആഘോഷങ്ങളിൽ മതിമയങ്ങിയാൽ ആന്തരതലത്തിലെ നീറ്റലറിയാതെ പോകും എന്ന സന്ദേശമാണ് മഹാത്മജിയുടെ ആ പ്രവൃത്തിയിൽ. അതിലെ മനുഷ്യസ്നേഹപരവും ദേശാഭിമാനപരവുമായ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരാൾക്കും ഏറ്റെടുക്കാനുള്ള ദൗത്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ഘട്ടമായി കൂടിയേ ദിനാഘോഷത്തെ വരവേൽക്കാനാവും. കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഒരു ചെറിയ ഇടവേളയിലൊഴികെ പൊതുവെ
ഇക്കാലത്താകെ നമ്മുടെ രാജ്യം ജനാധിപത്യം നിലനിർത്തി അതിന് നമുക്ക് കഴിഞ്ഞു എന്നതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ അയൽ രാജ്യങ്ങൾ പലതും ഇടയ്ക്കിടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് പട്ടാള ഭരണത്തിലേക്ക് വഴുതി വീഴുന്നത് നാം കണ്ടു. ജനാധിപത്യത്തെ കൈയൊഴിഞ്ഞ് മതാധിപത്യ ഭരണത്തിന് വേണ്ടിയുള്ള മുറവിളികൾ ചിലയിടങ്ങളിലെങ്കിലും ശക്തമാവുന്നതും നമ്മൾ കണ്ടു. സാമ്രാജ്യത്വത്തിൻ്റെ പാപഭരണങ്ങളായി ജനാധിപത്യ സർക്കാരുകൾ പകരം വെക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. എന്തൊക്കെ പോരായ്മകൾ ഏതൊക്കെ തലത്തിലുണ്ടായാലും ജനാധിപത്യം ആത്യന്തികമായി ധ്വംസിക്കപ്പെടരുത് എന്ന കാര്യത്തിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ വെച്ച നിഷ്കർഷ ഭരണഘടനയിൽ പ്രതിഫലിച്ച് കാണാം. അതിനെ പരിരക്ഷിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് നേർക്ക് പുറമേ നിന്ന് സാമ്രാജ്യത്വ ഭീഷണി ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ജനങ്ങളുടെ ഒരുമയെ ഛിദ്രമാക്കാൻ പോരുന്ന വിപൽക്കരമായ ഭീഷണികൾ അകമേ നിന്നും ഉയരുന്നുണ്ട്. വർഗീയതയുടെ ശക്തികൾ ജാതി പറഞ്ഞും മതം പറഞ്ഞും ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. ഇതിനു വേണ്ട പ്രതിജ്ഞയെടുക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ഭരണഘടന അതിൻ്റെ പ്രിയാമ്പിളിൽ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ റിപ്പബ്ലിക്കിനുള്ള ചില വിശേഷണങ്ങൾ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ മൂല്യങ്ങളാണവ. അവ ഭരണഘടനാ മൂല്യങ്ങളാണ്. നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ്, ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല. ആ നിലക്കുള്ള ബോധ്യത്തോടെ ഭരണഘടനാ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്കായി നമ്മളെ തന്നെ പുനരർപ്പിക്കുക എന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വൈജ്ഞാനിക നൂതനത്വ സമൂഹമായി കേരളത്തെ പരിവർത്തിപ്പിക്കാനുള്ള ദൗത്യം നാം ഏറ്റെടുത്തിരിക്കുന്ന ഘട്ടമാണിത്. നവവിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടനയിൽ പടുത്തുയർത്തപ്പെടുന്ന കേരളം നമ്മുടെ വരും തലമുറകളുടെ ഭാവി ഭാഗധേയം ഭദ്രമാക്കുന്നതിന് ആവിഷ്കരിച്ചിട്ടുള്ളതാണിത്. ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ വികസനവും ഒരുപോലെ ശക്തിപ്പെടുത്തിയാണ് നാം മുൻപോട്ട് പോകുന്നത്. ഒരു വശത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കമുള്ളവ, മറുവശത്ത് ഭാവി കേരളം കെട്ടിപ്പടുക്കൽ. ഇവക്കായി എല്ലാ ശ്രമങ്ങളും നടത്തും എന്ന് പ്രതിജ്ഞ ചെയ്യേണ്ട സന്ദർഭം കൂടിയാണിത്. ഡിജിറ്റൽ സാക്ഷരതയടക്കമുള്ളവ കൈവരിച്ചുകൊണ്ട് പുതിയ കാലത്തിലൂടെ മുന്നേറുകയാണ് നമ്മൾ. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായ മുന്നേറ്റമാണിത്. ജാതി മതാദി വേർതിരിവുകൾക്കെല്ലാം അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമയാണ് ഇന്ത്യ എന്ന വികാരത്തിൻ്റെ അടിത്തറ. അതും മതനിരപേക്ഷത, ജനാധിപത്യം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളും പരിരക്ഷിച്ച് ശക്തിപ്പെടുത്തി നാം മുൻപോട്ട് പോകും. കേരളമെന്ന് കേൾക്കുമ്പോൾ അന്തരംഗം അഭിമാനപൂരിതമാവുകയും ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ ജനതയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥക്കായി
പ്രതിബദ്ധതയോടെ നിലകൊള്ളും. ഇതാവട്ടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. താങ്ക് യു സർ. Attention! Officer! Parade! Shoulder! Arms! Parade is over. May march of the parade, sir. Parade 2IC, take charge. ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ പരേഡ് വിടവാങ്ങുന്നു. March! Parade! Inverse! Start! Rear contingent on the center. Left and right wheel. Go! March! Middle contingent on the center. Left and right wheel. Go! March! Lady contingent on the center. Left and right way. Go! March! അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ, കറക്ഷൻ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ, സേവനകാലത്തുടനീളം തെളിയിച്ച മികവിനും അർപ്പണബോധത്തിനും നേതൃപാടവത്തിനും സത്യസന്ധതയ്ക്കും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡൽ സമ്മാനിക്കുന്നു. ആദ്യമായി ശ്രീ എച്ച് വെങ്കടേഷ് IPS, Additional Director General of Police, Law and Order and Crime Branch.
അടുത്തതായി ശ്രീ ഗോപാൽ അഗ്രവാൾ IPS, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, MHA, ന്യൂഡൽഹി. അടുത്തതായി ശ്രീ മഹേഷ് R IPS, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, SSB അഡ്മിനിസ്ട്രേഷൻ, SSB ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. അടുത്തതായി പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ. സേവനകാലത്തുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സമ്മാനിക്കുന്നു. ആദ്യം ശ്രീ A അക്ബർ IPS, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, കോസ്റ്റൽ സെക്യൂരിറ്റി, എറണാകുളം. ശ്രീ സുനിൽ കുമാർ V IPS, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ് ആൻഡ് ചീഫ് വിജിലൻസ് ഓഫീസർ, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ശ്രീ RD അജിത്, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, NRI സെൽ, PHQ. ശ്രീ സോണി ഉമ്മൻ കോശി, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, തിരുവനന്തപുരം സിറ്റി. ശ്രീ നജീബ് സുലൈമാൻ, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ് ആൻഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, കെപ്പ, തൃശൂർ. ശ്രീ സുഗതൻ V, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ് സെക്യൂരിറ്റി, SSB ഹെഡ്ക്വാർട്ടേഴ്സ്, തിരുവനന്തപുരം. ശ്രീ ഫിറോസ് M ഷഫീഖ്, സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, ക്രൈം ബ്രാഞ്ച്, പാലക്കാട്. ശ്രീ ഷീൻ തറയിൽ, അഡീഷണൽ സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, തൃശൂർ സിറ്റി. ശ്രീ സിനോഷ് TS, അഡീഷണൽ സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, തൃശൂർ റൂറൽ. ശ്രീ പ്രദീപ് കുമാർ A, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, ഡിസ്ട്രിക്ട് SB, കൊല്ലം സിറ്റി. ശ്രീ CR സന്തോഷ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, കുന്നംകുളം, തൃശൂർ സിറ്റി. ശ്രീ സുനിൽ കുമാർ CK, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റന്റ് ഓഫ് പോലീസ്, കാസർഗോഡ്. ശ്രീ സലീഷ് NS, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്, തൃശൂർ സബ് ഡിവിഷൻ.
Sri Baiju Paulos M, Deputy Superintendent of Police, Crime Branch, Ernakulam Range and SHO, ATS PS. Sri Rajkumar P, Assistant Commissioner of Police, Ernakulam, Kochi City. Sri Ajish GR, Deputy Superintendent of Police, Intelligence, SSB, Headquarters, Thiruvananthapuram. Sri Jodhindra Kumar P, Inspector of Police, VACB, Malappuram. Sri Ganesh Kumar N, Armed Police Inspector, Police Training College, Thiruvananthapuram. Sri Sri Kumar MK, Inspector, Security, SSP Headquarters, Thiruvananthapuram. Sri Rajagopal NS, Armed Police Inspector, KAP 3rd Battalion, APBN Headquarters, Thiruvananthapuram. Sri Sri Kumar S, Sub-Inspector, District SB, Thiruvananthapuram City. Sri Surendran B, Sub-Inspector, Town South Police Station, Palakkad. Sri Satyan PK, Sub-Inspector, Kozhikode Rural. Sri Santosh CR, Sub-Inspector, Karimanal, Idukki. Sri Rajesh Kumar SL, Sub-Inspector, Crime Branch Headquarters, Thiruvananthapuram. Sri Jayashankar R, Sub-Inspector, Museum Police Station, Thiruvananthapuram. Sri Mohan Dasan O, Sub-Inspector, SIT, Crime Branch, Kozhikode. Sri Radhakrishna Pilla KK, Sub-Inspector, SSB, Kollam Rural. Srimati Mini K, Assistant Sub-Inspector, DHQ, Kozhikode City. അടുത്തതായി രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡലുകൾ. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡൽ സേവനകാലത്തുടനീളം തെളിയിച്ച മികച്ച അർപ്പണബോധവും നേതൃപാഠവും പുരസ്കരിച്ച് കേരള അഗ്നി രക്ഷാ സേന സേവന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ആദ്യം ശ്രീ ഷാജികുമാർ ടി, സ്റ്റേഷൻ ഓഫീസർ, വൈക്കം. ശ്രീ ബിജു വി കെ, സ്റ്റേഷൻ ഓഫീസർ, കൊയിലാണ്ടി.
ശ്രീ ചന്ദ്രൻ KT, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, കാഞ്ഞങ്ങാട്. ശ്രീ ദിനേശൻ CV, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, പാനൂർ. ശ്രീ വിജയകുമാർ F, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, കുണ്ടറ. അടുത്തതായി പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡലുകളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ സമ്മാനിക്കുന്നത്. ആദ്യമായി ശ്രീ ശിവശങ്കര പിള്ളൈ ഗോപകുമാർ, സ്റ്റേഷൻ ഓഫീസർ, കഴക്കൂട്ടം. ശ്രീ മുരളീധരൻ CK, സ്റ്റേഷൻ ഓഫീസർ, മീൻചന്ത. ശ്രീ പ്രമോദ് PK, സ്റ്റേഷൻ ഓഫീസർ, വിയൂർ അക്കാഡമി. ശ്രീ N ജിജി, സ്റ്റേഷൻ ഓഫീസർ, വിയൂർ അക്കാഡമി. ശ്രീ അനിൽകുമാർ S, സ്റ്റേഷൻ ഓഫീസർ, നെടുമങ്ങാട്. ശ്രീ PM അനിൽ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, കണ്ണൂർ. ശ്രീ ദിവകുമാർ K, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, പാനൂർ. ശ്രീ സുജയൻ K, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, നെയ്യാറ്റിൻകര. ശ്രീ നിഷാൽ J, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, കടയ്ക്കൽ. ശ്രീ റഷീദ് PM, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, കോതമംഗലം. ശ്രീ ബൈജു K, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, പാനൂർ. പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ കറക്ഷണൽ മെഡൽ നേടിയവർ: ശ്രീ ജയകുമാർ, ഉത്തരമേഖല DIG. ശ്രീമതി ഗീത EA, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീമതി ഉഷ PP, അസിസ്റ്റന്റ് സൂപ്രണ്ട്, ഗ്രേഡ് 1, റിട്ടയർഡ്. ശ്രീ ഏലിയാസ് വർഗീസ്, അസിസ്റ്റന്റ് സൂപ്രണ്ട്, ഗ്രേഡ് 1, സെൻട്രൽ ജയിൽ, കണ്ണൂർ.
ശ്രീ അനന്തകൃഷ്ണൻ AN, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1, സെൻട്രൽ ജയിൽ, തവനൂർ. ശ്രീ ഷിജു CR, പ്രിസൺ ഓഫീസർ, ജില്ലാ ജയിൽ, എറണാകുളം. അടുത്തതായി പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫിയും മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ഈ പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫി സമ്മാനിക്കുകയാണ്. ഏറ്റവും മികച്ച പോലീസ് കണ്ടിജന്റ് KP 4ാം ബറ്റാലിയൻ. അടുത്തതായി മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച ടേൺ ഔട്ട് കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികൾ സമ്മാനിക്കുന്നു. ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് സീനിയർ NCC സീനിയർ വിംഗ് ആർമി ഗേൾസ്. അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് ജൂനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഗേൾസ്. അടുത്തതായി സായുധ സേന പതാക ദിന ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ഒന്നാം സമ്മാനം തിരുവനന്തപുരം ജില്ല. പ്രോത്സാഹന സമ്മാനം കാസർഗോഡ് ജില്ല. അടുത്തതായി NCCക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുന്നു. സ്ഥാപനം PSMO കോളേജ്, തിരൂരങ്ങാടി, മലപ്പുറം. മികച്ച NCC യൂണിറ്റ് 29K ബറ്റാലിയൻ NCC, തേഞ്ഞിപ്പാലം, മലപ്പുറം. അടുത്തതായി NCC കേഡറ്റുകൾ അവതരിപ്പിക്കുന്ന അശ്വാഭ്യാസ പ്രകടനങ്ങൾ. സദസ്സിൽ സന്നിഹിതരായ മുഖ്യമന്ത്രി അവറുകൾക്കും ആദരണീയ ഉദ്യോഗസ്ഥർക്കും വിശിഷ്ടാതിഥികൾക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിന്റെ ഹൃദയഭൂമിയായ തിരുവനന്തപുരത്തിന്റെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ ഭാഗമായി NCC ഡയറക്ടറേറ്റ് കേരള ആൻഡ് ലക്ഷദ്വീപിന്റെ പ്രതിനിധികൾ ആയി എറണാകുളം ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന കേരളത്തിന്റെ ഏക അശ്വരൂഢ NCC യൂണിറ്റായ വൺ കേരള റീമൗണ്ട് ആൻഡ് വെറ്ററിനറി സ്ക്വാഡ്രൺ NCC മണ്ണൂത്തിയിലെ കഴിവുറ്റ 8 കേഡറ്റുകൾ വിവിധ ഇനങ്ങളിലൂടെ തന്റെ പ്രാവീണ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ അണിനിരക്കുന്നു. NCCയിൽ നിന്നും മാത്രം ലഭിച്ച ചിട്ടയായ പരിശീലനം മാത്രമാണ് നമ്മുടെ കേഡറ്റുകൾക്കുള്ളത്. This is the showcasing of the hard training they received despite of minimal time and facility they have. Let's welcome the cadets and the horses to this mesmerizing event. I welcome Surgeon Alex Emmanuel Shajan, Surgeon Paul Vinemel, Surgeon Suryananda P, Surgeon Kirti Mohan, Corporal Esther Maria Dominic, Corporal Indrajit, Cadet Anrose, Cadet Chitra Pradeep, with their horses Aman, Prithvi, Admiral, Victor, Tarzan, Asman. The first event is standing salute. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കായി സമർപ്പിക്കുന്ന സ്റ്റാൻഡിംഗ് സല്യൂട്ടാണ് ആദ്യ ഇനം. കുതിരപ്പുറത്ത് കേഡറ്റുകൾ കുതിരയെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്തി അഭിവാദ്യം അർപ്പിക്കുന്ന വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നതിനായി നമ്മുടെ കേഡറ്റുകളെ ക്ഷണിക്കുന്നു. Let's welcome Surgeon Alex on Tarzan, Surgeon Paulvin on Aman, Corporal Esther on Victor, Cadet Anrose on Prithvi, Corporal Indrajit on Admiral.
അതിമനോഹരമായി മുഖ്യാതിഥികളെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുകയാണ് നമ്മുടെ കേഡറ്റുകൾ. അടുത്ത ഇനമായ ഫ്ലാഗ് മാർഷൽ, നാഷണൽ ഫ്ലാഗും ആർമി, നേവി, എയർഫോഴ്സ് ആൻഡ് NCC ഫ്ലാഗ് അഭിമാനത്തോടെ കൈവഹിച്ച് നിയന്ത്രിതമായ കുതിപ്പോടെ നടക്കുന്ന ഈ പ്രകടനം രാജ്യസ്നേഹത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രതീകമാണ്. ഫസ്റ്റ്, ഇന്ത്യൻ പതാക ഏന്തി സർജൻ അലക്സ് ഓൺ ടാർസൻ. Army flag, Sergeant Paulvin on Aman. Navy flag, Corporal Esther on Victor. Air Force flag, Cadet Ann Rose on Prithvi. NCC flag, Corporal Inderjit on Admiral. അതിമനോഹരമായാണ് നമ്മുടെ കേഡറ്റ്സ് ഫ്ലാഗ് മാർച്ച് കാഴ്ചവെച്ചത്. As they advance in perfect formation, let us respect each fluttering flag that tells the story of courage on the battlefield service, on the seas, valor in the skies, and the unbreakable spirit of our youth. അടുത്തതായി ഷോ ജമ്പിംഗ്. ഷോ ജമ്പിംഗ് എന്നത് കുതിരയും റൈഡറും തമ്മിലുള്ള കോർഡിനേഷനും ധൈര്യവും തെളിയിക്കുന്നതാണ്. 1 മുതൽ 7 വരെ നമ്പറുകൾ രേഖപ്പെടുത്തിയ വ്യത്യസ്ത ഉയരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്നു പോകുന്ന ഒരു പ്രകടനമാണിത്. The first obstacle is parallel jump. The second is vertical jump. The third is a fan jump. Fourth is again a parallel jump. Fifth is a plank jump. Sixth is a vertical jump. And seventh is a triple bar. Show jumping is popularly known as the queen of equestrian sports. It started during the hunting time in the early days, where the rider or horseback needed to overcome the natural obstacles with thrill and excitement that it provided, which soon became an independent sporting event itself. Now, this sport is an Olympic discipline, with the Indian Army having the best teams in the Asian regions. കഠിനമായ പരിശീലനവും ഏകാഗ്രതയും അനിവാര്യമായ ഈ കായിക ഇനം നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ എത്തുന്നു Sergeant Alex Emmanuel Astride Tarzan from Pradyodhiniketan College, Thrissur. He is approaching the jumps with confidence. Clean over the first and another beautiful jump. That was an effortless horse and rider moving as one. Perfect takeoff and a safe landing. With 2 more to go. And yes, over to the 6th jump, and he is approaching the final jump, the 7th. Wow, what a fantastic round. Give him a huge round of applause, everybody. പ്രേക്ഷകരുടെ കയ്യടിയാണ് നമ്മുടെ കേഡറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. സോ മേക്ക് ഷുവർ ടു മേക്ക് സം നോയ്സ് ആൻഡ് cheer them up. നമുക്ക് മുന്നിൽ വീണ്ടും ഷോ ജമ്പിംഗ് ചെയ്യാൻ എത്തുന്നത് സർജൻ പോൾവിൻ ആസ്ട്രൈഡ് വിക്ടർ, പ്രചോദിനികേതൻ കോളേജ്, തൃശൂർ. It was a good start. Wow, he cleared it elegantly. നമ്മുടെ കേഡറ്റ്സ് പ്രൊഫഷണൽ റൈഡേഴ്സ് അല്ലാതെ കൂടി തന്നെ ഇത്രയും മനോഹരമായ ഷോ ജമ്പിംഗ് കാഴ്ചവെക്കുന്നത് അവർക്ക് NCCയിൽ നിന്നും ലഭിച്ച ട്രെയിനിങ്ങിലൂടെ മാത്രമാണ്. Let's appreciate the efforts of NCC in molding these brilliant riders. Yes, the rider is moving along the horse in a good coordination through the obstacles. We can see how elegantly he is jumping each obstacle. With 1 more to go. Yes. And finally, he's approaching the 7th jump. And he passed the 7th jump. Impressive. Let's appreciate his efforts. Nalloru kayyadi നൽകാം നമുക്ക്. Next is a female cadet, Sergeant Kirti from the College of Forestry, Thrissur. She's moving with confidence, approaching the jumps. Yes, give it up for the power, grace, and courage of our female rider in show jumping. She's here to remind us that the saddle has no boundaries, only possibilities. Beautiful jump, grace and power in perfect balance. In the 4th jump, she's approaching the 5th jump. Yes, with 2 more to go, 6th, and yes, look at that, everybody. To the 7th jump, yes, and that's what we are talking about. അടുത്തതായി Corporal Inderjit on Victor from the College of Veterinary and Animal Sciences, Mannuthi. He is speeding up with his astride Victor. The first jump is complete. Second, so effortlessly. With 5 more to go. Look at that control.
Amazing. Waiting for the incredible jump. Yes. And amazing, everybody. Incredible and a fantabulous jump. He did it. That is horsemanship at finest. A big round of applause. And next is tent pegging. പുരാതന കാലത്ത് യുദ്ധഭൂമിയിൽ ശത്രു സൈനികരുടെ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന സൈനിക തന്ത്രമാണ് ടെന്റ് പെഗിംഗ്. ഇത് നിലത്ത് അടിച്ചു പിടിപ്പിച്ചിരിക്കുന്ന ചെറിയ മരക്കുറ്റികൾ അഥവാ പെഗുകൾ കുതിരയെ അതിന്റെ ഏറ്റവും വേഗതയിൽ പായിച്ച് കുന്തം കൊണ്ടെടുത്ത് കളയുക വഴി ശത്രുക്കളുടെ കൂടാരങ്ങൾ താഴെ ഇടുകയും അവരുടെ സൈനിക ക്രമം തകർക്കുകയുമായിരുന്നു ലക്ഷ്യം. ടെന്റ് പെഗിംഗ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതം ആയ ഒരു കുതിര സവാരി ഇനമാണ്. This special event is presented to you by Corporal Indrajit Astride Victor. Let's appreciate the efforts. The rider and the horse are getting ready. This requires a lot of coordination. We are about to witness one of the most challenging part of the horse show. Waiting for Corporal Indrajit Astride Victor. This takes time. ഇത് വളരെ കഠിനമായ പരിശീലനം കൊണ്ടാണ് ഇവർ പഠിക്കുന്നത്. And here comes the rider, aiming carefully. And yes, he did it fantastically. The peg is taken. Next is Sergeant Paulvin Astride Admiral. Here comes, looking for a clean shot, and yes, he did it. The peg is taken. Next is the final event, fire jumping. കുതിരയുടെ ധൈര്യവും റൈഡറിന്റെ നിയന്ത്രണ ശേഷിയും തെളിയിക്കുന്ന സാഹസിക കായിക ഇനമാണ് ഫയർ ജമ്പിംഗ്. തീയുടെ നടുവിലെ നിയന്ത്രിതമായ സുരക്ഷാ സംവിധാനങ്ങളുടെ കീഴിലാണ് ചെയ്യുന്നത്. They are setting up the poles. Right now, our team is setting up the fiery ring and pole. These flames are real, the heat is intense, and challenge is unlike any other. You see, when a horse approaches the fire, every instinct tells it to turn away. But through months of training and bonding, our cadets and their horses have learned to face the danger head on. This is the true spirit of One Kerala RNV Squadron NCC. In just a moment, you will see our riders charge forward, leap through the blazing flames, and land with pride. And when they do, I want the loudest cheer you can possibly give. Yes, the fire lift, the jump is ready, and the rider and horse are charging forward. Here comes the cadets. Cadet Chitra on Asman. Charging forward. Yes! Next is Sergeant Suryanandan Prithvi, Corporal Indrajit on Admiral, Sergeant Paulvin on Aman, Sergeant Alex on Tarzan. Let's wait for the final jump. Sergeant Alex on Tarzan. Approaching the fire. Amazing, they did it again. ഇത്രയും ധൈര്യമായ പ്രകടനത്തിന് ഒരു വലിയ കയ്യടി നൽകാം നമുക്ക്. A loud cheer, everybody. And with that, ladies and gentlemen, we reach the grand finale of this breathtaking horse show by One Kerala RNV Squadron NCC. Etra manoharamaya, etra dhairyapurnamaya pragadnam. From the proud standing salute to the roaring fire jumps, our cadets have shown unmatched courage, bravery, and skill. A big heartfelt thank you to our fearless cadets, our ever-supportive staff, and the authorities who stood with us every step of the way to make this program a grand success. എല്ലാവരും കൂടി ഒരു വലിയ കൈയടി കൊടുക്കാം for the heroes of today, One Kerala RNV Squadron NCC. Once again, congratulations, well done, and Jai Hind. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ.
ആദ്യഗാനം വന്ദേ മാതരം. സുജലാ
അവസാനമായി ആത്ത ഉഠോ സാരി റാൺ എന്ന മറാഠി ഗാനം. ഇന്ന് ഇവിടെ അരങ്ങേറിയ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ ഇതോടെ സമാപിക്കുകയാണ്. ഈ ദിനാഘോഷ പരിപാടികൾ നേരിൽ കാണുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും കേരള സംസ്ഥാന സർക്കാരിന്റെ നന്ദി.